നിയമസഭാ സമ്മേളനം നടക്കുന്ന ഈ സമയത്ത് സഭയുമായി ബന്ധപ്പെട്ട ചില ഇംഗ്ലീഷ് പദങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും നോക്കാം. ഒന്നാമത്തേത് സമ്മൺ എന്ന് പറഞ്ഞാൽ സഭ വിളിച്ചു ചേർക്കുക. ഇത് ഗവർണറുടെ ഉത്തരവാദിത്തമാണ്. രണ്ടാമത്തേത് അഡ്ജേൺ. പലപ്പോഴും സഭയിൽ ബഹളവും ഒച്ചപ്പാടും ഉണ്ടാകുമ്പോൾ അല്പസമയത്തേക്കോ, 1 മണിക്കൂറിലേക്കോ 2 മണിക്കൂറിലേക്കോ, അതല്ലെങ്കിൽ 1, 2, 3 ദിവസത്തേക്കോ സഭ നിർത്തിവെക്കുന്നതിനെയാണ് അഡ്ജേൺ എന്ന് പറയുന്നത്. ഇത് സ്പീക്കറാണ് ചെയ്യുന്നത്. മൂന്നാമത്തേത് അഡ്ജേൺ സിനാഡെ. ഒരു സഭാ സമ്മേളനത്തിന് കാലയളവിൽ പാസ്സാക്കാനുള്ള ബില്ലുകളും ചർച്ച ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, നാളെ മുതൽ സഭയില്ല എന്ന് അനൗദ്യോഗികമായി സ്പീക്കർ മെമ്പർമാരെ അറിയിക്കുന്നതാണ് അഡ്ജേൺ സിനാഡെ. നാലാമത്തേത് പ്രൊറോഗേഷൻ. ഓഫീഷ്യലി ഈ സഭാ സമ്മേളനം കഴിഞ്ഞു എന്ന് ഗവർണർ ഡിക്ലെയർ ചെയ്യുന്നതാണ് പ്രൊറോഗേഷൻ. അഞ്ചാമത്തേത് ഡിസൊല്യൂഷൻ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സഭ പിരിച്ചുവിടുക. ഇത് ഗവൺമെൻറ്റിന് ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും മറ്റൊരു ഗവൺമെൻറ് ഫോം ചെയ്യാനുള്ള സാധ്യതകൾ ഇല്ലാതെയാവുകയോ അല്ലെങ്കിൽ ഭരിക്കുന്ന മുഖ്യമന്ത്രി ഗവർണറോട് സഭ പിരിച്ചുവിടാൻ ആവശ്യപ്പെടുകയോ ചെയ്താൽ നിയമസഭ പൂർണ്ണമായും പിരിച്ചുവിട്ട് അടുത്ത ഇലക്ഷന് അവസരമൊരുക്കുന്ന സംവിധാനമാണ് ഡിസൊല്യൂഷൻ.